ശബരിമലയിലെത്തുന്ന സ്വാമിമാരെല്ലാം സ്ഥിരം കാണുന്ന കാഴ്ചയാണ് പറകൊട്ടിപ്പാട്ട്. അയ്യപ്പ ദർശനത്തിന് ശേഷം മാളികപ്പുറത്തെത്തി പറകൊട്ടിപ്പാട്ട് നടത്തുന്ന ഭക്തർ ഏറെയാണ്. ത്രികാല ദോഷങ്ങൾ അകറ്റുമെന്ന വിശ്വാസമാണ് പറകൊട്ടിപ്പാട്ടിന് പിന്നിലുള്ളത്. ശബരിമലയിലെത്തി അയ്യപ്പ ദർശനത്തിന് ശേഷം മാളികപ്പുറത്തെത്തി പറകൊട്ടിപ്പാട്ട് നടത്തുന്ന ഭക്തർ ഏറെയാണ്. ത്രികാല ദോഷങ്ങൾ അകറ്റുമെന്ന വിശ്വാസമാണ് പറകൊട്ടിപ്പാട്ടിന് പിന്നിലുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ വേല സമുദായത്തിൽപ്പെട്ടവരാണ് പറകൊട്ടിപ്പാട്ടിന്റെ സ്ഥാനീയർ. പാരമ്പര്യമായി ലഭിച്ച പാട്ടിന്റെ ഈരടികളിലൂടെ സർവ്വദോഷ പരിഹാരത്തിനായി പാടുന്നു. മാളികപ്പുറം ക്ഷേത്രത്തിന് പിൻഭാഗത്തായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് പറകൊട്ടിപ്പാട്ട് നടക്കുന്നത്. പതിറ്റാണ്ടുകളായി സന്നിധാനത്ത് പറകൊട്ടിപ്പാടുന്നയാളാണ് ആറന്മുള സ്വദേശിയായ TS പ്രസാദ്. കേശാദിപാദം എന്ന മന്ത്രമാണ് ഞങ്ങൾ പറകൊട്ടിപ്പാടുന്നത്. പറയ്ക്ക് മുന്നിലിരിക്കുന്ന ആളിനെ ഭഗവാൻ അയ്യപ്പനെന്ന് പറയ്ക്ക് പിന്നിലിരിക്കുന്ന ഞാൻ പരമശിവനും എന്ന സങ്കല്പമാണ് ഈ പറകൊട്ടിപ്പാട്ടിന്റെ ഐതിഹ്യം. 12 ആഴ്ചകൾ അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് മന്ത്രിയുടെ ആജ്ഞയും സൈന്യാധിപനും ചേർന്ന് ഭഗവാനോട് നൂലേക്കാൻ ശ്രമിച്ചപ്പോൾ മഹാദേവനായ പരമശിവൻ മലവേലന്റെ വേഷത്തിലൂടെ ചെന്ന് ഭഗവാൻ ഉണ്ടായിട്ടുള്ള ദോഷങ്ങളെല്ലാം തീർത്തു എന്നാണ് ഐതിഹ്യം. പറകൊട്ടിപ്പാടുമ്പോൾ കേശാദിപാദം എന്ന മന്ത്രം പാട്ടുരൂപത്തിലാണ് പാടുക. പറയുടെ മുന്നിലിരിക്കുന്ന ഭക്തനെ അയ്യപ്പനായും പിന്നിലിരുന്ന് പാടുന്നയാളെ പരമശിവനുമായാണ് സങ്കല്പിക്കുക. പാട്ടിന് ശേഷം ഭക്തന്റെ ശിരസിൽ കൈവച്ച് നെറ്റിയിൽ ഭസ്മം വരച്ച് അനുഗ്രഹിക്കും. ഇതോടെ ഭക്തന്റെയും കുടുംബത്തിന്റെയും സർവ്വദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം. ശബരിമല ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് തീപിടുത്തവും മറ്റ് അനിഷ്ട സംഭവങ്ങളും ഉണ്ടായപ്പോൾ പന്തളം രാജാവ് ദേവപ്രശ്നം വെച്ചെന്നും അശുദ്ധിയുള്ളതായി കണ്ടെത്തിയതിനാൽ പരിഹാരമായി വേലന്മാരെ കൊണ്ട് പറകൊട്ടിപ്പാടിക്കണമെന്ന് ദേവഗീതത്തിൽ തെളിഞ്ഞെന്നും ഇതോടെയാണ് ശബരിമലയിൽ പറകൊട്ടിപ്പാട്ട് തുടങ്ങിയതെന്നും പ്രസാദ് പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് 18-ാം പടിക്ക് താഴെ അരങ്ങേറിയിരുന്ന പറകൊട്ടിപ്പാട്ട് പിന്നീടാണ് മണിമണ്ഡപത്തിന് സമീപത്തേക്ക് മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ ടുഡേ ന്യൂസ്, ശബരിമല. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റായി, എല്ലായിടത്തും നെറ്റായി. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.